ഹായ്, എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൈക്കൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ CKC. അപ്പോൾ അത് വെച്ചിട്ട് ഇനി നിധി അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് കുരുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടി നോക്കാൻ കേട്ടോ. അപ്പോൾ ഈ മൈക്ക് എടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിധി നീ എനിക്കിട്ട് തന്നെ പണിയാൻ നോക്കിയില്ലടി, നിനക്ക് ഞാൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് ആദ്യം ആ മൈക്ക് എടുത്തിട്ട് അവിടെ വെച്ചതിന് ശേഷം പുറത്തിറങ്ങി നിന്നിട്ട് ഒരു CKCയുടെ ഒരു ഗുണ്ടോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാളുടെ അടുത്ത് പറയുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോഴേക്കും നിധി എന്ന് പറഞ്ഞ ഒരുത്തി എൻ്റെ ആ ഗസ്റ്റ് ഹൗസിൽ വരും. നീ ഒരു കാരണവശാലും അവിടെ അവൾ വന്നു കഴിഞ്ഞ് പിന്നെ അവൾ പുറലോകം കാണരുത്, പുറത്തേക്ക് വിടരുത്, അത് നീ നോക്കിയോളൂ. ഞാൻ എപ്പോൾ വരെ പറയുന്നില്ല, അതുവരെയ്ക്ക് നീ അവളെ വിടരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോട്ടോ ഞാൻ അയച്ചു തരാമെന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് കാറിൽ കയറിയിട്ട് ഈ മൈക്ക് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവരെ സംസാരിക്കേണ്ടതായിട്ട് ഇവരെ ബോധ്യപ്പെടുത്തണമല്ലോ. അപ്പോൾ ഇവിടെ പാറുവാണെങ്കിൽ ഇതെന്താണ് CKC സംസാരിക്കാത്തതെന്ന് വെച്ചിട്ട് ഇവർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ മൈക്ക് മാത്രം പിടിച്ചിട്ട് നമ്മുടെ CKC സംസാരിക്കുകയാണ്. ഇവനെ ഈ ഗുണ്ടേനെ വിളിച്ച് സംസാരിക്കുന്ന പോലെ സംസാരിക്കണം കേട്ടോ. അവിടെ വെച്ചിട്ട് നമ്മുടെ പ്രണവിനെയും പവിത്രനെയും വെച്ചിരിക്കുന്ന സ്ഥലം, രണ്ടുപേരും ഒരുത്തിരി വെച്ചിരിക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ല. അവരെയാണ് ഞാൻ പറയണ ഈ അഡ്രസ്സിലേക്ക്, എൻ്റെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റണം. ഗസ്റ്റ് ഹൗസ് എനിക്കറിയാലോ എന്ന് പറഞ്ഞിട്ട് ഗസ്റ്റ് ഹൗസിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർ സന്തോഷത്തോട് നിധിനെ വിളിച്ച് പറയുന്നുണ്ട്, നിധി ഇതേ CKC സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇത് കേട്ടോണ്ട് നിൽക്കണം കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ അഡ്രസ്സൊക്കെ പറയുന്നത് എത്രയും പെട്ടെന്ന് അവരെ അവിടെ എത്തിക്കണം, മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഫോണിലല്ല, ഇവർ കേൾക്കാൻ വേണ്ടിയിട്ട് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കേട്ടപ്പോൾ നമ്മുടെ നിധിയും പാറും കൂടി അവിടെ നിന്ന് ചാടി പുറപ്പെട്ടു കേട്ടോ. ഇതെങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് അറിയില്ലല്ലോ ഇത് CKC കണ്ടുപിടിച്ച കാര്യമൊന്നും. അപ്പോൾ നിധി പറയേണ്ടത് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ബാക്കി പണി എളുപ്പമായില്ലേ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇത് CKCക്ക് അറിയാലോ ഇതിപ്പോൾ വരും എന്നുള്ള കാര്യം. CKC മൈക്ക് നോക്കിയിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഇനി നീ പുറലോകം കാണുന്നത് എനിക്കൊന്ന് കാണണം, നീ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് CKC വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ CKC ഇവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ടുപേരും ആദ്യം തന്നെ ഗസ്റ്റ് ഹൗസിലെത്തിയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്, CKC പറഞ്ഞ അഡ്രസ്സിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അവർ തമ്മിലിങ്ങനെ കളിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പെണ്ണിന് വേണ്ടിയിട്ട് എന്തിനാണ് അപ്പോൾ ഇത്രയ്ക്ക് ബിൽഡപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി രണ്ടുപേരും കൂടിയിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് ഇതിനെക്കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ CKC ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഗസ്റ്റ് ഹൗസാണിത്. അങ്ങനെ ഇവർ കാർ വിളിച്ചിട്ട് പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും നിധിക്കായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഈ ഗുണ്ടകൾ രണ്ടുപേര് വടിയും ഒക്കെ പിടിച്ചിട്ട് അവിടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ നിർമ്മലമ്മയാണെങ്കിലോ ഓഫീസിലിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയോ ഈ പവിത്രനെ കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ടാവുകയെന്ന്. അപ്പോൾ ഇവരിങ്ങോട്ട് പോരുന്ന കാര്യം നമ്മുടെ നിർമ്മലൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നിർമ്മലൻ്റെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ച പോലെ കേട്ടോ. അവർ പേടിച്ചിട്ട് അവർ തുടക്കുകയാണ് അവിടെ നിന്നിട്ട്. അപ്പോൾ ഇവരിനെ നോക്കുന്ന സമയത്ത് ഇവർ ആകെ ഇങ്ങനെ പേടിച്ച് നിന്നിട്ട് CKCയുടെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തോ കൊണ്ട് പേടിച്ച പോലെ വേഗം വന്നിട്ട് ഇങ്ങനെ ഇവർ റെസ്റ്റ് ചെയ്യുന്ന റൂമിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ നിർമ്മലമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ നിനക്ക് പറ്റിയത്, നിനക്ക് ഇതുവരെ പനിയൊന്നും മാറിയില്ലേ? ഇല്ല, നല്ല ചൂടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിർമ്മലമ്മ തൊട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിനക്കിപ്പോൾ ഒരു ചൂടൊന്നുമില്ലോ, സത്യം പറയാം, നിനക്ക് എന്താ പറ്റി, എന്താണ് നിൻ്റെ പ്രശ്നത്തെ നീ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നിന്നിങ്ങനെ ആകെ പേടിച്ച് കളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം പറയാം, ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ ചോദിക്കും. അപ്പോൾ പറയും, ഇന്നലെ ഞാൻ ഇവിടെ ക്ഷീണം കൊണ്ട് ഇവിടെ കിടന്നിങ്ങനെ ഉറങ്ങി നോക്കി എനിക്ക് നോക്കിയപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു, എല്ലാവരും കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോസ് സാറ് വന്നിട്ടുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ സാറ് എന്താ ഇപ്പോൾ ഈ സമയത്തെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഒളിഞ്ഞ് നോക്കിയപ്പോൾ സാറ് സെക്യൂരിറ്റീനെ പറഞ്ഞു വിട്ടിട്ട് വേറെ 2-3 പേരൊക്കെ ആയിട്ട് ഒരാളെ പിടിച്ച് കെട്ടി കൊണ്ടുവരുന്നു കണ്ടു. എന്നിട്ട് ഇങ്ങനെ ക്യാബിനിലേക്ക് പോയി അലമാരിൽ പൂട്ടിയിരുന്നതൊക്കെ ഞാൻ കണ്ടു എന്ന് പറയും കേട്ടോ. അങ്ങനെ എല്ലാ സംഭവവും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിർമ്മല ആൻറ്റി വിചാരിക്കേണ്ടത് ഇതിപ്പോൾ ഇനി പവിത്രനാവോ എന്നൊരു ധാരണ നിർമ്മല ആൻറ്റിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കേണ്ടത്, അവർ ആ പൂട്ടിയിട്ട് ആളെ കണ്ടാൽ നിനക്കറിയോ, ആളെങ്ങാനും ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ത്രീ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ഉണ്ട്, ഒരിക്കൽ അവിടെ സാറിൻ്റെ റൂമിൽ സംസാരിക്കുന്നത്, ക്യാബിനിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ നിർമ്മലമ്മ പവിത്രൻ്റെ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കും. ഇതാണോ ചോദിക്കുന്നത്? ഇതന്നെ. അല്ല, നിർമ്മലയ്ക്ക് എങ്ങനെയാണ് അറിയുക എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് നിർമ്മലൻ്റെ വേഗം വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ തുടയ്ക്കുന്ന സമയത്ത് ഈ അലമാരിട്ട് ഇളകണതൊക്കെ ചെറിയൊരു ഇത് നിർമ്മലയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആളുണ്ടെന്ന് വിചാരിക്കാനില്ലല്ലോ.
അങ്ങനെ നമ്മുടെ നിർമ്മല മൂടി വന്നിട്ട് ഈ അലമാരിൻ്റെ മുകളിൽ കൈ വെച്ചു കേട്ടോ. കൈ വെച്ചപ്പോൾ പെട്ടെന്ന് നമ്മുടെ CCTV ഉള്ളത് ഓർമ്മ വന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ വന്ന് നിന്ന് തിരിയണതും ഇത് തുറക്കണതൊക്കെ കണ്ട് CCTV കൂടെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തായാലും CKC ഇവിടുന്ന് മാറ്റും, അറിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടയ്ക്കണ പോലെ ഇങ്ങനെ തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ ബ്യൂറോൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കി ചുറ്റിപ്പറ്റി നിന്നിട്ട് പെട്ടെന്ന് ഇത് നിധീനെ വിളിച്ചറിയിക്കണം എന്നും പറഞ്ഞിട്ട് അവിടുന്ന് മാറിയിട്ട് നിധിക്ക് വിളിക്കണം കേട്ടോ. അപ്പോൾ നിധിയും നമ്മുടെ പാറുവാണെങ്കിൽ ഈ സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിധിക്കാണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റണില്ല. ഇവർ ആരും കാണാണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കണം. അപ്പോൾ ഈ സമയത്ത് ഫോൺ അടിക്കുമ്പോൾ നിധി വേഗം കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ആരതെന്ന് ചോദിക്കേണ്ടി പറയാം. അപ്പോൾ പറയാം അത് നിർമ്മലാൻ്റെയാണ്. ഇവൾക്ക് എന്താ ബോധമില്ലേ, നീ അത് കട്ട് ചെയ്യുക. അങ്ങനെ 2 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. അപ്പോൾ നിർമ്മലമ്മയ്ക്ക് അത് അറിയിച്ചല്ലേ പറ്റൂ. ഇവരെന്തെങ്കിലും ആപത്തിൽ പെടുന്നേക്കാൾ മുന്നേ എന്ന് വിചാരിച്ച് നിർമ്മലമ്മ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഇവരുടെ ഈ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ചുറ്റോറ് നടന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ ആരും കാണാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ പറയേണ്ടത് ഇനി പ്രണവിനെ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല ഇങ്ങോട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ താമസമുള്ള പോലെ ഒന്നും തോന്നണില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയണേ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവർ നടന്നിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. വീണ്ടും നമ്മുടെ നിർമ്മലമ്മ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഫോൺ എടുക്കണം കേട്ടോ. അപ്പോൾ പറയുന്നത് നിങ്ങളിത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചീത്ത പറയേണ്ടിട്ട് നിങ്ങൾക്ക് എന്താ കണ്ടറിഞ്ഞ് ഒന്ന് വിവരമില്ലേ, ഫോൺ കട്ട് ചെയ്താൽ പിന്നെ എന്തിനു വിളിക്കണം, ഞങ്ങൾ അർജൻറ്റായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിർമ്മലമ്മയ്ക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. CKCയുടെ ക്യാബിനിൽ വെച്ച മൈക്ക് കാണാനില്ല എന്നുള്ള കാര്യം നമ്മുടെ നിർമ്മലമ്മയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് സംശയം തോന്നിയിട്ട് വേഗം വിളിക്കണത്. അപ്പോഴാണ് നിധി പറയണത് കേട്ടോ, ഇങ്ങനെ CKC സംസാരിക്കണം ഞങ്ങൾ കേട്ടു, ഇന്ന സ്ഥലത്തേക്ക് പ്രണവിനെ മാറ്റേണ്ടതെന്ന്, അതാണ് ഞങ്ങൾ വന്നത്, പെട്ടെന്നായതുകൊണ്ട് ആൻറ്റിയോട് പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിർമ്മലൻ്റെ പറയും ഇതിലെന്തോ ചതി നടക്കേണ്ട നിധി, നീ വെച്ച മയക്ക് ഇവിടെ കാണാനില്ല, അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടോ, ഇതെന്തോ CKCയുടെ ചതിയാണ്, ഈ മയക്ക് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ CKCക്ക് അത് മനസ്സിലായിട്ടുണ്ട് നീ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത്, അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ, ഇവിടെ മയക്ക് കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ 2 പേരും പെട്ടെന്ന് അങ്ങനെ പേടിക്കും. എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ചോദിക്കണം കേട്ടോ, അപ്പോൾ നിങ്ങളെന്നെ ഇവിടെ വരുത്തിയിട്ട് എന്തായാലും ചതിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നുണ്ട്. നോക്കിയപ്പോഴേക്കും 2 ഗുണ്ടകൾ വടിയും കുന്തൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർ 2 പേരും ആകെ പകച്ചുവിട്ട് പെട്ടെന്ന് നിധിയും വേറെ പേടിച്ചു. പിന്നെ എങ്ങനെയൊക്കെയോ നിധി, അപ്പോൾ ഇവർ വന്നിട്ട് പറയുന്നു CKC സാർ ഒരാളെ ഇതിൻ്റെ ഉള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണണം എന്നുള്ളത് CKC സാർ വിചാരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ അടിക്കാനായിട്ട് വടി ഓങ്ങുന്ന സമയത്ത് നമ്മുടെ നിധിയുടെ കയ്യിൽ എന്തോ സ്പ്രേ എന്തോ ഉണ്ട്, പെപ്പർ സ്പ്രേ അങ്ങോട്ട് അത് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇവരുടെ ഗുണ്ടകളുടെ മേത്തേക്ക് അടിച്ചു കൊടുത്ത്. അപ്പോൾ ഇവർ പെട്ടെന്ന് അത് പ്രതീക്ഷിച്ചില്ലല്ലോ. അങ്ങനെ ഇവർ പെട്ടെന്ന് കണ്ണ് പൊത്തി നിൽക്കുന്ന സമയത്ത് ഇവരിൽ നിന്ന് വടി മേടിച്ചിട്ട് അങ്ങോട്ട് അടിക്കുന്നുണ്ട് 2 പേരും കൂടിയിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു 2 പേരും. അപ്പോൾ നിധി ഇനി പവിത്രനെ രക്ഷപ്പെടുത്തുന്ന എപ്പിസോഡൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.